ചിറ്റ് ചാറ്റിൽ ഗസ്റ്റായിട്ട് ഷാജൻ അലക്സാണ്ടറാണ്. രണ്ട് മൂന്ന് ടോപ്പിക്കുണ്ട് ബേസിക്കലി. കാരണം കേരളത്തിലും ഗ്ലോബലായിട്ടും മലയാളി കമ്മ്യൂണിറ്റിയൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നൈജീരിയയിൽ ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ ക്രിസ്ത്യൻസ് കൊല്ലപ്പെടുന്നു. അതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോയും ക്ലിപ്പിങ്സും ഗ്ലോബലായിട്ട് സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഒഴുകി നടക്കുകയാണ്. അവിടെ മാത്രമൊന്നുമല്ല, മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. അപ്പോൾ അവസാനം അമേരിക്കൻ പ്രസിഡന്റ് അത് ഡയറക്റ്റ് ഇൻ്റർവ്യൂൻ ചെയ്യാൻ പോവുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൂടെ പറയുകയും ചെയ്തു. അതായത് വളരെ നാളിന് ശേഷം വീണ്ടും അമേരിക്ക ഡയറക്റ്റായിട്ട് ഒരു റാഡിക്കൽ ഇസ്ലാമിനെതിരെ രംഗത്ത് വരികയാണ്. ആ വാക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഹമാസിനിപ്പോൾ ആ ഒരു രീതി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഹമാസ് അതേ പ്രദേശത്തിൻ്റെയും പാലസ്റ്റീൻ്റെ ഇഷ്യൂസിൻ്റെ ഭാഗമാണെന്ന് പറയാം. മറിച്ച് ഇവിടെ നൈജീരിയയിലും മറ്റുള്ള ഭാഗത്തും ഉണ്ടായിരിക്കുന്ന ഇസ്ലാമിന് വേണ്ടി റാഡിക്കലായിട്ട് ആ ഗ്രൂപ്പാണ് നിൽക്കുന്നത്. അപ്പോൾ അവരാണ് മറ്റൊരു ഇസ്ലാം അല്ലാത്ത ആൾക്കാരെ കൊല്ലുക എന്നുള്ള അജണ്ട. അപ്പം അതിനെപ്പറ്റി ഷാജിനോട് ചോദിക്കുക. അതിനുശേഷം അമേരിക്കൻ ചൈന ബന്ധം അതിനെപ്പറ്റി ചോദിക്കുക. പിന്നെ ഗ്ലോബലായിട്ടുള്ള അമേരിക്കയുടെ പോളിസീസ് അതിനെപ്പറ്റിയും അടുത്ത സമയത്തുണ്ട് അതിനെപ്പറ്റിയും ചോദിക്കാം. ഷാജ നമസ്കാരം. നമസ്കാരം. ഒന്നാമത് എനിക്ക് ചെറിയ പനിയും വയറിലും ഒക്കെയാണ്. കാരണം ഡൽഹി വെതറിനെ പറ്റി അറിയാമല്ലോ. അതിനേക്കാൾ ഭയങ്കര ഹൈലി പൊല്യൂട്ടഡ് കൂടിയാണ് ഈ സിറ്റി. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ക്യാപിറ്റലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പടക്കം പൊട്ടിക്കുന്ന കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരായ ഞാൻ ഉൾപ്പെടെ പണ്ട് പടക്കം പൊട്ടിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി അല്ല കോർട്ടല്ല ഏത് കോടതി പറഞ്ഞാലും ഞങ്ങൾക്കതും പ്രശ്നമല്ല, ഞങ്ങൾ പൊട്ടിക്കും. എന്നിട്ട് ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ദാറ്റ്സ് ഓൾ. അപ്പം നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരുമ്പോഴേ ഇപ്പം നൈജീരിയയുടെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കോൺഗ്രസ് മെമ്പേഴ്സിനോട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഫർദറായിട്ട്. അപ്പം അതായത് ഞാനീ പറയുന്നത് 9/11 ശേഷം അമേരിക്ക ഡയറക്റ്റായിട്ടാണ് മറ്റൊരു രാജ്യത്ത്, അതായത് അതിൻ്റെ ഭാഗമായി 9/11 ശേഷം മറ്റ് പല രാജ്യങ്ങളിലും IS ഇങ്ങനെയൊക്കെ ഒരു സമയം വരെ ഉണ്ടായിരുന്നു. കാരണം അത് വളരെ വർഷം നീണ്ടു നിന്നൊരു ഫൈറ്റായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് നൈജീരിയയിൽ ഈ റാഡിക്കൽ ഇസ്ലാം, അതായത് അതിനെതിരെ വീണ്ടും ഒരുങ്ങുന്നു, തയ്യാറെടുക്കും. ഇതിനെപ്പറ്റി എന്താണ് ഷാജിൻ്റെ അഭിപ്രായം? അത് ആക്ച്വലി ഇതൊന്ന് നോക്കിയല്ലേ, പ്രസിഡന്റ് ട്രംപിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് നോക്കുകയായിരുന്നു. അപ്പൊ അത് കുറച്ചുണ്ട്. Christianity is facing an existential threat in Nigeria. വളരെ സ്ട്രോങ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. വെരി ഫസ്റ്റ് കഴിഞ്ഞ ദിവസം പുള്ളി ട്രൂത്ത് സോഷ്യലിന്റെ പോസ്റ്റ് ചെയ്താണ്, Christianity is facing an existential threat in Nigeria. Thousands of Christians are being killed. Radical Islamists are responsible for this mass slaughter. I'm hereby making Nigeria a country of particular concern, CPC. അതാണ് ഞാൻ അതിന്റെ ഒരു മുഴുവൻ വായിച്ചില്ല. അതിന് ആ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ 2020 പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം ആക്ച്വലി ഈ ഒരു പോളിസി നൈജീരിയക്കെതിരെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഈസ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഈ റിലീജിയസ് ഫ്രീഡത്തിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നൈജീരിയക്ക് ഒരു എക്സെപ്ഷൻ കൊടുത്തു. അപ്പൊ കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് നൈജീരിയയിൽ ക്രിസ്ത്യൻസിന് അഗൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ഈ റാഡിക്കൽ ഗ്രൂപ്പുകളുണ്ട്. അവിടെയുള്ള ബോക്കോ ഹറാം പോലുള്ള പല ഗ്രൂപ്പുകൾ, ഇഷ്ടംപോലെ ഗ്രൂപ്പുണ്ട്. ഒരു ഗ്രൂപ്പല്ല, ഒരു 10-50 ഗ്രൂപ്പ് ഉണ്ട് അവിടെ ഉണ്ട്. അതിനകത്ത് ഞാൻ 1-2 നോക്കിയെന്ന് പറഞ്ഞ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് ഐസ്വാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഫുലാനി മിലിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രസിഡന്റ് ട്രംപ് ആക്ച്വലി ഈ ബോക്കോ ഹറാമിനെയും ഈ ഐസ്വാപ്പിനെയും ഫുലാനി മിലിറ്റൻസിനെയുമാണ് പുള്ളി ഒരു പ്രൈമറി കൾപ്രിറ്റ്സ് ആയിട്ട് കണ്ടേക്കുന്നത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. കഴിഞ്ഞ ദിവസം എന്നോട് പല ആളുകൾ, നമ്മുടെ മലയാളികളായിട്ടുള്ള ഈ നൈജീരിയയിൽ നടക്കുന്ന കാര്യങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം വളരെ കൺസേൺഡ് ആയിട്ട്
പൊളിറ്റിക്സ് ഒന്നും ഇല്ലാതെ അവർ അവരുടെ ഫെയ്ത്തിന്റെ കോണ്ടക്സ്റ്റ് അവരോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് ഇതിനകത്തിൽ ഇൻവോൾവ് ആകാത്തത്, എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് ഇതിനകത്തിൽ ഇൻവോൾവ് ആകാത്തത് എന്ന് പലതവണ എന്നോട് പലരും ചോദിച്ചു. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ടൈം യെറ്റ്. കാരണം ഈ യു എസിൽ തന്നെ പ്രസിഡന്റ് ട്രംപ് ഇതിനകത്തിൽ ഇൻവോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവാഞ്ചലിക്കൽ ലീഡേഴ്സ് വേർ സോ ഫ്രസ്ട്രേറ്റഡ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റീസെന്റ് ഒരു പക്ഷേ ഞാൻ കണ്ടു കാണും, ഒരു വീഡിയോ ലോകമെമ്പാടും നൈജീരിയൻ ഫാദറിന്റെ ഒരു പ്രീസ്റ്റിന്റെ വീഡിയോ സർക്കുലേറ്റ് ചെയ്യപ്പെടും. അദ്ദേഹം കരഞ്ഞ് നിലവിളിക്കുകയാണ്. അതായത് അവിടെ ഈ ഒരു കുറെ അടുത്ത് ഒരു കുഴി വെട്ടിയിട്ട് അവിടെ ഇങ്ങനെ 100 കണക്കിന് ശവപ്പെട്ടി അടക്കം ചെയ്തിട്ട് അതിനകത്ത് നിന്നിട്ട് നിലവിളിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കൂ എന്ന്. ഭീകരമായ അവസ്ഥയിലേക്ക് പോയി. അത് വൈറ്റ് ഹൗസിലുള്ള ഫെയ്ത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവരത് പ്രസിഡന്റ് ട്രംപിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്ത ആ ഒരു പോയിന്റിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആക്ട് ചെയ്തിരിക്കുകയാണ്. നൈജീരിയയെ CPC കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്ത് നൈജീരിയയ്ക്ക് അതിന് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലിസ്റ്റിൽ സിവിയർ വയലേഷൻസ് ഓഫ് റിലീജിയസ് ഫ്രീഡം എന്നുള്ള ഹെഡില് ദ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന് പറഞ്ഞ് നൈജീരിയയെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത്. ഏത് രീതിയിലുള്ള ഇന്റർവെൻഷൻ ആണ് ബേസിക്കലി ഏത് രീതിയിലുള്ള ഇതിനകത്തില് ഇപ്പോ ഇതിനകത്തിലൊരു കീ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ സ്കെയിൽ ഓഫ് അതായത് ബേസിക്കലി ഈ 3100ഓളം പ്രസിഡന്റ് ട്രംപിന്റെ കണക്കനുസരിച്ച് അദ്ദേഹം നമ്പേഴ്സ് സൈറ്റ് ചെയ്തിട്ടുണ്ട്. 3100 ക്രിസ്ത്യൻസ് were killed in Nigeria last year. അതൊരു വലിയ നമ്പറാണ്. അതൊരു ജനസൈഡാണ്, അതൊരു സ്ലോട്ടറാണ്, അല്ലാതെ ജസ്റ്റ് ഒരു റീജിയണൽ അറ്റാക്ക് അല്ല. സിഗ്നിഫിഷ്യന്റ് പോർഷൻ ആണ് ആ കില്ലിംഗ് എന്ന് പറയുന്നത്. അതും ദാറ്റ് ഈസ് ഡ്യൂ ടു പെർസിക്യൂഷൻ, വെറുതെ ഒരു ഇഷ്യൂ അല്ല. അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ US സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ഇടപെടാൻ എല്ലാ കാര്യവും എനിക്കൊന്ന് പ്രസിഡന്റ് ട്രംപ് ഞാൻ പറഞ്ഞതല്ല, എങ്ങനെയുള്ള ഇന്റർവെൻഷൻ, എങ്ങനെയുള്ള ഇടപെടലാണ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് US നടത്താൻ പോകുന്നത്? അതെ, ഇത് സാങ്ഷൻ ആണ്. ഓക്കെ, സോ ബേസിക്കലി ഈ CPC എന്ന് പറയുന്നത് ഒരു സാങ്ഷൻസിന് മുമ്പായിട്ടുള്ള ഒരു പ്രീകഴ്സറാണ് ഈ CPC ഡെസിഗ്നേഷൻ. ഒരു കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന് പറയുമ്പോൾ ആ കൺട്രിയെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദർ ഈസ് സം സീരിയസ് കൺസേൺ. അതുകൊണ്ടാണ് രണ്ട് കോൺഗ്രസ് മെമ്പേഴ്സിനോട് അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഈ കൺഗ്രഷണൽ കമ്മിറ്റി ഈസ് ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ്. കൺഗ്രഷണൽ കമ്മിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് there should be a congressional tree most probably traveling to Nigeria. അവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവിടെയുള്ള ക്രിസ്ത്യൻ ലീഡേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് they will report it back to the president of the United States. അപ്പൊ എന്താണ് അതിന്റെ വെളിച്ചത്തിൽ നൈജീരിയൻ ഗവൺമെന്റിനോട് ഈ ജനസൈഡ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ട്രംപ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വഴി ആവശ്യപ്പെടും. അതിന് ഗവൺമെന്റ് ഒരു നിലപാടെടുക്കുന്നില്ല എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫുൾ ഫ്ലെഡ്ജ് സാങ്ഷൻ. ഒന്നെന്ന് പറയുന്നത് ബേസിക്കലി അതിനകത്തിലെ ഒന്നാമത്തെ സാങ്ഷൻസ് എന്ന് പറയുന്നത് ഈ നോൺ ഹ്യൂമാനിറ്റേറിയൻ US എയ്ഡ് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്യും. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഒഴിച്ച് ബാക്കിയുള്ള നൈജീരിയക്കുള്ള നോൺ ഹ്യൂമാനിറ്റേറിയൻ US എയ്ഡ് വിൽ ബി കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ്. ഒന്നാമത്തെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് സെക്യൂരിറ്റി അസിസ്റ്റൻസിനകത്തിൽ ബാൻ കൊണ്ടുവരും, ട്രേഡ് പ്രിവിലേജസിനകത്തിൽ ബാൻ കൊണ്ടുവരും. ദാറ്റ് ഈസ് എ സെക്കൻഡ്. അടുത്തത് വന്നിട്ട് ഡിപ്ലോമാറ്റിക് സ്ക്രൂട്ടണി വർദ്ധിപ്പിക്കും. ദാറ്റ് മീൻസ് US-Nigeria relationship is going to be strained, especially ഈ ആഫ്രിക്കയിലെ ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസർ ആണ് നൈജീരിയ. സോ ദാറ്റ് ട്രേഡ് സാങ്ഷൻ ഈസ് ഗോയിങ് ടു ഡെഫിനറ്റ്ലി ഇമ്പാക്ട് ദം. ഇപ്പൊ നൈജീരിയയിൽ നിന്ന് ഓയിൽ ക്രൂഡ് വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക് ആ സാങ്ഷൻ ബാധകമാകുന്നുണ്ട്. നമ്മളിപ്പോ റഷ്യയിൽ കണ്ട അതേ സിറ്റുവേഷൻ നൈജീരിയക്ക് വരും, ഓയിൽ സെല് ചെയ്യാൻ പറ്റാം. സോ ഇപ്പൊ ഗവൺമെന്റിന്റെ മേൽ ആ പ്രഷർ ചെലുത്തുന്ന സമയത്ത് definitely they have to act. So that is what is the next step. അല്ല, ഞാൻ അതിൻ്റെ അകത്ത് കാര്യം ഈ നൈജീരിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇതേപോലെയുള്ള
സൈനികമായിട്ടോ പോലീസോ എൻഫോഴ്സ് ചെയ്യാനുള്ള പവറുള്ള രാജ്യമൊന്നുമല്ല. കാരണം അവൻ അല്ല അപ്പൊ ഗവൺമെന്റിനെ അത് ശരിയാണ്. അവിടെ ഗവൺമെന്റ് വളരെ അസ്ഥിരമാണ്. ഗവൺമെന്റിന് ഒരുപക്ഷെ അതിനകത്തിൽ ഏതൊരു പരിധി വരെ ഗവൺമെന്റ് ആക്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അറിഞ്ഞുകൂടാ. വി ഹാവ് ടു ഡു എ ലിറ്റിൽ മോർ റിസർച്ച് ഉണ്ട് എന്താണ് അവിടുത്തെ ഗവൺമെന്റിന്റെ സിറ്റുവേഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെന്റ് പർട്ടിക്കുലർ ഒരു ഗവൺമെന്റ് ആക്ച്വലി എന്താ പറയാ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് എങ്കിൽ ദിസ് ഈസ് ദ പ്രോസസ്. ഇപ്പം ആച്ചാൻ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നൈജീരിയയിൽ ദർ ഈസ് നോ സ്റ്റേബിൾ ഗവൺമെന്റ് ഓർ ഒരു സോളിഡിറ്റി ഉള്ള ഗവൺമെന്റ് ഇല്ല എങ്കിൽ ദർ ഈസ് ഡെഫിനറ്റ്ലി എൻ ഇഷ്യൂ. അല്ല അതിനകത്ത് തേർഡ് പാർട്ടിയുടെ IPKF പോലെ പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് മോണിറ്ററി ഫോഴ്സായിട്ട് വേറെ രാജ്യങ്ങൾ പോകേണ്ടി വരും. അല്ലാതെ എനിക്ക് കാരണം ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല നൈജീരിയക്ക്. കാരണം അവർ ഓയിൽ വിൽക്കുന്നു, ആ രാജ്യം ഇങ്ങനെ റൺ ചെയ്തു പോകുന്നു എന്നല്ലാതെ അവരുടെ ആ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന അവിടെ ആ രാജ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. അവർ ഒരു ടെറർ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള സോണാണ്. കാരണം അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദർ ഈസ് ഈ നൈജീരിയൻ ഗവൺമെന്റ് ഈ അലിഗേഷൻ റിജക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഈ അലിഗേഷൻസ് ആർ ബീങ് റിജക്റ്റഡ് ബൈ ദ നൈജീരിയൻ ഗവൺമെന്റ്. അപ്പൊ അവര് പറയുന്ന അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല. അവര് ആ നൈജീരിയൻ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റോ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് എ കെയർലെസ് റെറ്ററിക് ദാറ്റ് ഫ്യൂവൽസ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന ആ പ്രസിഡൻഷ്യൽ സ്പോക്സ് പേഴ്സൺ പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഗവൺമെന്റിന് അതിനകത്തിൽ ഒരു റോൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ ഇവിടെ ജനസൈഡ് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നൈജീരിയൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് പറയുകയാണ് നോ ദാറ്റ് അലിഗേഷൻ ഈസ് നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് ഇതിനകത്തൊരു പങ്കുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നതിനപ്പുറത്തായിട്ട് അവിടുത്തെ ലീഡർഷിപ്പിന് സ്റ്റേറ്റ് ലീഡർഷിപ്പിന് ഇതിനകത്തിൽ പങ്കുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ഇത് അമേരിക്ക ഇഷ്യൂ ടേക്കപ്പ് ചെയ്തുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ഫോറത്തിലോട്ട് ഇഷ്യൂ വരും. കാരണം പല രീതിയിലുള്ള റിപ്പോർട്ട്സും പരിപാടിയൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഗവൺമെൻറ് തന്നെ പല രീതിയിൽ എന്താ ഫർദർ നമുക്ക് കാണാം. ഏതായാലും ഒരു പോസിറ്റീവ് ആകട്ടെ, ജനങ്ങളെല്ലാം ഒരു സേഫ് സോണിൽ ഉണ്ടാകണം. ആൾക്കാർക്ക് ഇഷ്ടമുള്ള മതത്തിൽ അവർ വിശ്വസിക്കുക, അത് അവരുടെ തീരുമാനം. ഏതായാലും പോസിറ്റീവായിട്ട് ഒരു ഫാക്ടറോടെ ഞാൻ പറയാം. ഇതിപ്പോ ഇവര് ഈ ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിക് എക്സ്പേർട്സ് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിപ്പോർട്ട്സ് പറയുന്നത് അവരുടെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഈ വയലൻസ് എന്ന് പറയുന്നത് മൾട്ടി ഫാസറ്റഡ് ആണ്, നോട്ട് പ്യുവർലി റിലീജിയസ് പെർസിക്യൂഷൻ എന്നും പറയുന്നു. പിന്നെ അവർ പറയുന്ന ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. സ്റ്റിൽ ദേ ആർ സെയിങ് ദാറ്റ് ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡ്യൂസ്ഡ് റിസോഴ്സ് കോൺഫ്ലിക്ട്, അതുപോലെ തന്നെ എത്നിക് റൈവൽറി. അപ്പൊ ഒരു ക്രിസ്ത്യൻ മാസ് മർഡർ എന്ന് പറയുന്ന ആ ഒരു ക്ലെയിം അത് US ആൻഡ് യൂറോപ്യൻ സർക്കിളുകളിൽ മാത്രമേ അതിനൊരു ട്രാക്ഷൻ ഗെയിൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ ലോബിയിങ് ഗ്രൂപ്പുകൾ പറയും. അല്ല ഞാൻ പറഞ്ഞുതരാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ആഫ്രിക്കൻ സ്റ്റഡീസ് നോക്കുന്ന ഒരാളാണ്. ഇപ്പം സൊമാലിയയിലാണെങ്കിലും സുഡാനിലാണെങ്കിലും ഇപ്പം സുഡാനിൽ ഇത്രയും പേര് കൊല്ലപ്പെട്ടു. എനിക്ക് തോന്നുന്നു സുഡാനിൽ കൊല്ലപ്പെട്ടത് ഹമാസിനേക്കാളും അവിടത്തേക്കാളും ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട സുഡാനില്ല ഇപ്പോഴത്തെ. അപ്പം അവിടുത്തെ ഗവൺമെന്റ് ഫോഴ്സും മറ്റുള്ളവരുമായിട്ട്. പക്ഷേ അത് രണ്ട് മുസ്ലിം സുന്നി ഫോഴ്സുകൾ തമ്മിൽ അടിക്കുന്നത്. അപ്പൊ ഇത് ബേസിക്കലി അവർ പുറത്ത് പറയുന്നില്ല എന്തിനാ അടിക്കുന്നേ. അപ്പൊ ആ ഒരു ഷാഡോ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നൈജീരിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് കോൺക്രീറ്റ് ആയിട്ടുള്ള പല ഇന്റർനാഷണൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മോണിറ്റർ ചെയ്യുന്ന പല ബോഡീസും പറഞ്ഞത് ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കലി അവരെ ക്രിസ്ത്യൻസിനെ മാത്രമാണ് ടാർഗറ്റ്. കാരണം ആഫ്രിക്കയിൽ അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാവുന്നില്ലല്ലോ. കാരണം അവർ ഒരു കാരണം ക്രിസ്ത്യൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഈ ലോബിയിങ് ഗ്രൂപ്പ്, ഇവരെ ഇന്റർനാഷണൽ ലോബിയിങ് ഗ്രൂപ്പ്സ് അതിന്റെ ഒരു ക്രക്സിൽ നിന്നും മാറ്റി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നൈജീരിയൻ പ്രസിഡൻഷ്യൽ ഓഫീസ് ഉൾപ്പെടെയുള്ളവര് ഈ ഒരു ക്രിസ്ത്യൻ ജനസൈഡ് അലിഗേഷൻ റിജക്ട് ചെയ്യുന്നത്. അതിനകത്തിൽ അവർക്ക് വളരെ
അവരൊരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. ഒരു സൈഡിൽ കൂടെ അവരെ ഒരു ക്രിസ്ത്യൻ ജനസൈഡ് നടത്തുകയും മറു സൈഡിൽ കൂടെ ഈ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് എത്നിക് റൈവൽറി ആണ്, അത് അവിടുത്തെ റിസോഴ്സ് ഇഷ്യൂസ് ആണ് എന്നും പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്, ഈ ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ പറയുന്നത്. I was going to agree with what you said. So definitely it's a religious issue. It's a Christian genocide by Islamic radical groups. അതിനകത്ത് സംശയമില്ല. And I hope, like you said, I hope US intervention ഒരു പരിഹാരം കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനെ ഓക്കെ, താങ്ക് യു വെരി മച്ച് ഷാജൻ. താങ്ക് യു. Okay, thank you.